കത്തോലിക്കാ സഭയിലെ 16ാമത്തെ മെത്രാന്മാരുടെ സിനഡാണ് 2023 ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 29 വരെ റോമിൽ വെച്ച് നടക്കുന്നത്. പ്രത്യേകിച്ചും പോൾ 6 മാർപ്പാപ്പയുടെ പേരിലുള്ള ആ വലിയ ഹാളിൽ വെച്ച്. പക്ഷെ അതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ, ഇതിനൊരുക്കമായി നടന്ന കാര്യങ്ങൾ സംക്ഷിപ്തമായി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2021 ഒക്ടോബർ മാസത്തിലാണ് ഇങ്ങനെ മെത്രാന്മാരുടെ സിനഡ് നടക്കാൻ പോകുന്നു. അത് സിനഡാത്മകതയെക്കുറിച്ചുള്ള സിനഡിനെ കുറിച്ച് തന്നെ സിനഡ് നടക്കുന്നു എന്ന് പറഞ്ഞത്. അതിൽ മാർപ്പാപ്പ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം 2021 മുതൽ എല്ലാ വേദികളിലും ചർച്ച ചെയ്ത വിഷയം ഫോർ എ സിനഡൽ ചർച്ച് കമ്മ്യൂണിയൻ പാർട്ടിസിപ്പേഷൻ ആൻഡ് മിഷൻ. സിനഡാത്മക സഭയ്ക്ക് വേണ്ടി കൂട്ടായ്മ, പങ്കാളിത്തം, മിഷൻ എന്നതാണ്. ഇതിനുള്ള ഒരുക്കങ്ങൾ സർവ്വസാധാരണമായി നടക്കുകയായിരുന്നു. അത് കുടുംബത്തിൽ, ഇടവകയിൽ, രൂപതയിൽ, സഭാതലത്തിൽ, ദേശീയ തലത്തിൽ, പിന്നെ ബാങ്കോക്കിൽ വെച്ച് ഏഷ്യൻ കോണ്ടിനെൻ്റൽ തലത്തിൽ, ഇപ്പോൾ ആഗോള തലത്തിൽ നടക്കുകയാണ്. ഇത് ഒന്നാമത്തെ ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം നടക്കുന്നത് 2024 ഒക്ടോബറിലാണ്. അതുകൊണ്ട് സഭയുടെ പുതിയൊരു ശൈലി എന്തായിരിക്കണം എന്നതാണ്. സിനഡാത്മക ശൈലി എന്ന് പറഞ്ഞാൽ അത് സിൻ ഹോദോസ് എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ നടക്കുക, വാക്കിംഗ് ടുഗദർ, ജേണിയിങ് ടുഗദർ. അങ്ങനെ എങ്ങനെ സഭയ്ക്ക് ഒന്നിച്ച് നടക്കാം എന്ന ഒരു പുതിയ ശൈലിക്കാണ്. അതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് 3 വാക്കുകളാണ് പറഞ്ഞത്. ശ്രവണം, ഷെയറിങ്, പങ്കുവയ്ക്കൽ. 3, വിവേചിച്ചറിയൽ. പരസ്പരം കേട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് അങ്ങനെ സഭയ്ക്ക് ഒരു പൊതുവായി പരിശുദ്ധാത്മാവ്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളിൽ പ്രോട്ടോഗണിസ്റ്റ്, നയിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ഒരു സഭ, അത് പാർലമെൻ്റ് അല്ല, ഏകാധിപത്യമല്ല, അത് ജനാധിപത്യമല്ല, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സഭ. ഈ വർഷത്തെ 2023 ഒക്ടോബറിലെ സിനഡിൽ ഏകദേശം 450ഓളം പേര് പങ്കെടുക്കുന്നുണ്ട്. അതിൽ 360 പേരോളം വോട്ടവകാശമുള്ളവരാണ്. അതിൽ ആദ്യമായിട്ടാണ് മെത്രാന്മാർക്ക് പുറമെ ഈ 360-ലെ 27% മെത്രാന്മാരല്ലാത്തവർ, വൈദികരും സന്യസ്തരും അൽമായ പുരുഷന്മാരും സ്ത്രീകളടക്കം യുവജനങ്ങളടക്കം വോട്ടവകാശമുള്ളത് ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ. ഈ സിനഡിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത് ആരംഭിച്ചത് വാസ്തവത്തിൽ സെപ്റ്റംബർ 30 അന്ന് രാവിലെ 21 പുതിയ കർദിനാൾമാരെ വാഴിക്കുകയുണ്ടായി സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച്. അന്ന് ഉച്ച കഴിഞ്ഞ് യുവജനങ്ങളുടെ പ്രധാനമായ നേതൃത്വത്തിൽ മാർപ്പാപ്പയുടെയും എല്ലാ എക്യുമെനിക്കൽ പ്രധാന കേന്ദ്ര നേതൃത്വത്തിലുള്ളവരുടെയും പാത്രിയാർക്കീസ്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു വിജിൽ സെപ്റ്റംബർ 30 നടക്കുകയുണ്ടായി. ഇതാണ് സെപ്റ്റംബർ 30 നടന്ന 2 കാര്യങ്ങൾ. മൂന്നാമത് നടന്നത്, സിനഡിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ റോമിൽ നിന്ന് ഏകദേശം 26 കിലോമീറ്റർ അകലെയുള്ള സാക്രോഫാനോ എന്ന സ്ഥലത്ത്, അത് കുറച്ച് ഏകാന്തമായ സ്ഥലമാണ്, അവിടെ ഫ്രത്തേർണ ദോമസ് എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒക്ടോബർ 1, 2, 3 തീയതികളിൽ എല്ലാവരും കൂടി ധ്യാനിക്കുകയായിരുന്നു. അതിൽ പ്രധാനമായിട്ടും ഒരു സിസ്റ്റർ, പിന്നെ ഒരു ഡൊമിനിക്കൻ അച്ഛൻ, തിമോത്തി എന്ന് പറഞ്ഞ അച്ഛനാണ് ധ്യാന പ്രസംഗങ്ങൾ നൽകിയത്. വളരെ നല്ല ഒരു ധ്യാനമായിരുന്നു. ഒക്ടോബർ 3 തിരിച്ചെത്തിയതിന് ശേഷം ഒക്ടോബർ 4 സിനഡിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലുള്ള മാർപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള പരിശുദ്ധ കുർബാനയോടുകൂടിയായിരുന്നു. അന്ന് ഒരുപാട് ജനങ്ങൾ ഇതിൽ പങ്കെടുക്കാനായി വന്നു. നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് അറിയും. 4-ാം തീയതി ഉച്ച കഴിഞ്ഞാണ് പോൾ 6 ഹാളിൽ, ഇതിൻ്റെ സിനഡൽ ഹാളിൽ ഔദ്യോഗികമായി ഫ്രാൻസിസ് മാർപ്പാപ്പ 16ാമത് മെത്രാന്മാരുടെ ആഗോള സിനഡ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. മാർപ്പാപ്പയുടെ ഈ പ്രസംഗത്തിന് ശേഷം 5, 6 അങ്ങനെയുള്ള തീയതികളിൽ 2 രീതിയിലാണ് ഇതിനെ നടക്കുന്നത്. ഒന്ന്, ചിർക്കുളി മിനോരി വർക്ക്ഷോപ്പുകളായിട്ട് അങ്ങനെ പല ഗ്രൂപ്പുകളാക്കി തിരിച്ചിരിക്കുന്നു. രണ്ടാമത്തേത്, അതിൻ്റെ ജനറൽ അസംബ്ലി, ഇരിക്കുന്നതെല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണെങ്കിലും
വളരെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ എല്ലാവരും കാണാനായിട്ട്, പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് ഉള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ജനറൽ അസംബ്ലി ഉണ്ട്. ഇതിൽ എല്ലാ ഗ്രൂപ്പുകളിലും വർക്ക്ഷോപ്പുകളിലും പങ്കെടുക്കുന്ന ഒരു 10നും 15നും ഇടയ്ക്ക് ആളുകളാണ് പങ്കെടുക്കുന്ന. എല്ലാവരും തന്നെ സംസാരിക്കണം. പിന്നെ ജനറൽ അസംബ്ലിയിൽ മാർപ്പാപ്പയ്ക്ക് പുറമെ മറ്റുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നവർക്കൊക്കെ ടേൺ അനുസരിച്ച് അവർ പറയാനായിട്ട് സാധിക്കും. എനിക്കും അങ്ങനെ പ്രത്യേകിച്ച് 6-ാം തീയതി പറയാനായിട്ടൊരു അവസരം ഉണ്ടായി. സിനഡിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ചുള്ള വിഷയങ്ങൾ മറ്റുള്ളവരോട്, പുറത്ത് മാധ്യമങ്ങളോട് പറയാൻ പാടില്ല എന്നതാണ് അതിൻ്റെ നിയമം. അതുകൊണ്ട് തന്നെ സിനഡിൻ്റെ ചർച്ചകൾ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ ആരോട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അതേ സമയത്ത് സഭയുടെ നവീകരണത്തിന്, സഭയുടെ കൂട്ടായ്മയ്ക്ക്, ഈ സഭ ഒന്നിച്ച് നടക്കലിന് എങ്ങനെ സഭയുടെ ശൈലി തന്നെ, പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ മനസ്സിലാക്കി എങ്ങനെയായിരിക്കണം യേശു ആഗ്രഹിക്കുന്ന സഭ എന്ന് ചിന്തിക്കാനാണ് ഈ സിനഡ് നമ്മെ ക്ഷണിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്, ആദിമസഭയിലെ ജെറൂസലം കൗൺസിലിലെ ആ ഒരു ശൈലി എപ്രകാരമായിരുന്നു, അതുപോലെ ആധുനിക കാലഘട്ടത്തിൽ സാക്ഷ്യമുള്ള, പ്രേഷിതത്വമുള്ള, പങ്കാളിത്തമുള്ള, അങ്ങനെ കൂട്ടായ്മയുള്ള സഭയായി ക്രിസ്തുവിൻ്റെ സഭ, കത്തോലിക്കാ സഭ, അത് വിവിധ സ്വയാധികാര സഭകളുടെ, പാശ്ചാത്യവും പൗരസ്ത്യവുമായ സഭകളുടെ കൂട്ടായ്മയായ സഭ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനാണ് ഈ സിനഡ് ഊന്നൽ കൊടുക്കുന്നത്. ഒക്ടോബർ 4-ാം തീയതിയാണ് സിനഡ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ഫ്രാൻസിസ് മാർപ്പാപ്പ 2015 സിനഡിലത്തെ ശൈലി പോലെ തന്നെ ഈ സിനഡിലും, സിനഡ് തുടങ്ങുന്നതിന് നേരത്തെ തന്നെ വരും. അത് കഴിഞ്ഞ് ആളുകളുടെ ഇടയിൽ കൂടെ അതിൽ പങ്കെടുക്കുന്നവരുടെ ഇടയിൽ കൂടെ നടക്കും. ഇപ്രാവശ്യം മാർപ്പാപ്പയ്ക്ക് നടക്കാൻ പറ്റിയില്ല, പക്ഷെ വീൽ ചെയറിലാണ്. എന്നാലും എല്ലാം കറങ്ങി. പിന്നെ കുറച്ചു നേരം അവിടെ ചെല്ലും, അവിടെ ഇരിക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും ചെല്ലാനുള്ള സൗകര്യമുണ്ട്. 4-ാം തീയതി 2 പ്രാവശ്യം ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാനിടയായി. വളരെ ഫ്രീ ആയിരുന്നു മാർപ്പാപ്പ. ആദ്യം തന്നെ പോയപ്പോൾ പെട്ടെന്ന് പോയതിൻ്റെ കാരണം, റാഞ്ചി രൂപതയുടെ മുൻ മെത്രാൻ കർദിനാൾ ടെലസ്ഫോർ ടോപ്പോ മരിച്ച വിവരം അറിഞ്ഞ് ഉടനെ തന്നെയാണ് ഞാൻ അവിടെ പോയത്. ഞാൻ സിനഡിൽ പങ്കെടുത്തത് CBCA പ്രസിഡന്റ് എന്ന നിലയിലും സീറോ മലബാർ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന നിലയിലുമാണ്. CBCA പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് അത്. കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് പ്രത്യേകം പറയുകയും ചെയ്തു, മാർപ്പാപ്പയെ വിവരം അറിയിക്കുക. അങ്ങനെ ഞാൻ ടെലസ്ഫോർ ടോപ്പോ പിതാവ് മരിച്ച വിവരം അറിയിച്ചു. ഉടനെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ടോപ്പോ പിതാവായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ച് ഫ്രീ ആയിട്ട് കണ്ടപ്പോൾ ഞാൻ വീണ്ടും ചെന്നു. എറണാകുളം നിന്ന് കേട്ട ഉടനെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്ന രീതിയിൽ എന്നോട് ചോദ്യങ്ങൾ ഇങ്ങോട്ടായി. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി, എങ്ങനെയൊക്കെയാണ് വാസിൽ പിതാവ് വന്ന കാര്യം, അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, പിതാവിനെ പൗരസ്ത്യ സഭകൾക്കുള്ള കാര്യാലയം ഡിക്കാസ്ട്രി ഫോർ ഓറിയന്റൽ ചർച്ചസിൻ്റെ പ്രീഫെക്റ്റ് ആർച്ച് ബിഷപ്പ് വാസിൽ, പിന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കാർഡിനൽ പരോളിൻ, ഇവരൊക്കെ കേരളത്തിൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ച്, സീറോ മലബാർ സഭയെക്കുറിച്ച്, അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററെക്കുറിച്ച്, കാരണം ഞാൻ ഇവിടുന്ന് നടത്തിയ കാര്യങ്ങൾ റിപ്പോർട്ടുകളായിട്ട് ഇടയ്ക്കൊക്കെ എഴുതാറുണ്ടായിരുന്നു. എല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പയെ നന്നായി ധരിപ്പിച്ച കാര്യമാണ് എനിക്ക് മനസ്സിലായത്. മാർപ്പാപ്പ ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ മാർപ്പാപ്പ ഈ വിഷയങ്ങളൊക്കെ നന്നായി പഠിച്ചിരിക്കുന്ന മാതിരിയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു. വളരെ കൃത്യമായിട്ട്, സംശയമില്ലാതെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. ഇറ്റാലിയനിലാണ് ഞങ്ങൾ സംസാരിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ഇവിടെ നിന്ന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പരിശുദ്ധ സിംഹാസനം നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ഉറച്ച ബോധ്യത്തോടെ തന്നെയാണ്, കൃത്യതയോടെ തന്നെയാണ് പറഞ്ഞത്, ഇവിടെ നിന്ന് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കുക. അതുകൊണ്ട് പരിശുദ്ധ സിംഹാസനം സീറോ മലബാർ സഭയുടെ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യവും നിർദ്ദേശവും ഉറപ്പും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.